അപ്പോൾ ദേവൂസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ എല്ലാവരുടെ നാട്ടിലേക്ക് നല്ല തണുപ്പുണ്ടാവും, ഞങ്ങളുടെ നാട്ടിലേക്ക് അടിപൊളി തണുപ്പാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു യാത്രയുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ വിശേഷങ്ങളും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ബത്തേരിക്ക്, സുൽത്താൻ ബത്തേരിക്കാണ് കേട്ടോ. അവിടെ നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. കൽപ്പറ്റ ഷോപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ള നല്ല നമ്മുടെ ഹനാൻ ഷാ വന്ന് ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ആദ്യമേ ഉള്ള ഷോപ്പാണ്. അതിൽ ഒന്നുകൂടെ ഹനാൻ ഷായൊക്കെ വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ യെസ് ഭാരതിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് 28-ാം തീയതി ഒരു പരിപാടിയുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമുക്ക് കുഞ്ഞൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അത് നമ്മുടെ 28-ാം തീയതിയാണ് കോഴിക്കോട് ആസ്പിനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിന് പോകാനായിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ. അപ്പം എല്ലാവർക്കും ആ ഷോപ്പിംഗ് ഒന്ന് കാണാവേ. അങ്ങനെ നമ്മൾ ഏറ്റവും ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ നന്ദുമോക്കാണ് കേട്ടോ ആദ്യമേ ഡ്രസ്സ് എടുക്കാനായിട്ട് നിന്നത്. അപ്പം നന്ദുമോക്ക് എങ്ങനെ ഇട്ടാലും ലാസ്റ്റ് ഒരു പാൻറ്റ്, അങ്ങനത്തെ ഒരു പാൻറ്റ്, ബനിയൻ പാൻറ്റ്, ടോപ്പ്, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകും കേട്ടോ. എങ്ങനെ ഡ്രസ്സ് എടുത്താലും ലാസ്റ്റ് അതിലായിരിക്കും ഞാൻ എത്തിപ്പെടുക. അപ്പം ഈ പ്രാവശ്യമെങ്കിലും അത് മാറ്റി പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ നോക്കിയതാണ്. അപ്പം ഫസ്റ്റ് തന്നെ ടോപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ അതൊരു എന്താ പറയുക, ചുരിദാറും ഒരു വെച്ചാൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ കിട്ടിയത്. അപ്പം അതൊക്കെ ഇടിയിച്ച് നോക്കി, പക്ഷേ ആക്കെന്തോ അത് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ 2 പേർക്കും ഒരുപോലത്തെ ഉടുപ്പുകൾ എടുത്താലോ എന്ന്. എനിക്ക് ഈ ഉടുപ്പൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അത് അവരുടെ ഇഷ്ടം കൂടെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ലാസ്റ്റ് അത് ആ പാൻറ്റും ബനിയനിലും എത്തും കേട്ടോ. അപ്പം ഈ പ്രാവശ്യമെങ്കിലും മാറ്റി പിടിച്ച് 2 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി, 2 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ്. പക്ഷേ നമ്മുടെ ദേവുമോൾക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവുമോൾ ഇടുന്ന ഡ്രസ്സ് നല്ല കണ്ടീഷനായിരിക്കണം എന്ന് അവൾക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ നന്ദു ഇടുക എന്ന് പറഞ്ഞാൽ ആൾക്ക് പറ്റൂല. അപ്പം എന്തായാലും വേണ്ടില്ല, 2 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ ആദ്യത്തെ ഇരട്ടക്കുട്ടികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അവർക്ക് 2 പേർക്കും ഞാൻ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ ഇടിച്ച് കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ഒരേപോലത്തെ ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ പോലും കുഞ്ഞിതിലെ ഒരുപോലെ ഡ്രസ്സൊക്കെ ഇടുന്നത് നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് ശീലിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാനായിട്ടോ. അപ്പം 2 പേരുടെയും കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെടുത്ത കൂട്ടത്തിൽ എനിക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. തയ്പ്പിക്കാനായിട്ട് മെറ്റീരിയൽ എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ബർത്ത്ഡേ കൂടെയായിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേക്കുള്ള ചേട്ടായിയുടെ ഒരു ഗിഫ്റ്റായിട്ട് എനിക്കൊരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. 2 എണ്ണം എത്ര 500 അങ്ങനെ എന്തോ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് എടുത്തില്ല. നമ്മളതിൻ്റെ വേറൊരു ടോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ യെസ് ഭാരത് എന്ന് പറഞ്ഞാൽ. ഏത് തരത്തിൽ നമുക്ക് വേണോ, ഏത് രീതിയിലുള്ളത് നമുക്ക് വേണോ, അതവിടെ ഓക്കെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഈ മണിച്ചിത്രത്താഴിൽ ശോഭന പൊട്ടി ഇതാണെന്ന് പറയുന്ന ആ ഒരു സീനില്ലേ, ആ അവസ്ഥ പോലെയാണ് കേട്ടോ അവിടെ. അത്രയ്ക്ക് ഏത് എടുക്കണം എന്നുള്ള ടെൻഷനായിരിക്കും. നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെറ്റീരിയൽ വേണ്ടതുകൊണ്ട് ആ മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നല്ല, ഞാനതല്ലാതെ തന്നെ മുറിച്ചെടുക്കുന്ന രീതിക്കുള്ള തന്നെ എനിക്ക് അംബ്രല്ല കട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ കൈ തയ്ക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഫുൾ കൈ ഉള്ള ചുരിദാർ, അതുപോലെ തന്നെ കോളറുള്ള ചുരിദാറൊക്കെ തയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒന്ന് തയ്പ്പിക്കാനായിട്ടായിരുന്നു അതായിരുന്നു നോക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്കാണെങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് വർക്കിന് പോവേണ്ടതാണ് കേട്ടോ. ആ ആളെയാണ് ഇതായി പിടിച്ച് നിൽക്കുന്നത്. നമുക്ക് ഒന്നെടുത്ത് കഴിയുമ്പം അയ്യോ അത് ശരിയായില്ല, അടുത്തത് കാണുമ്പം അതായിരിക്കും ഭംഗിയുണ്ടാവുക. അപ്പം അങ്ങനെ കുറച്ച് ടൈം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നെടുത്ത് കഴിഞ്ഞ്, കാരണം എനിക്ക് മക്കളുടെ എത്ര എടുത്താലും അതാ ഒരു കംഫർട്ട് കിട്ടുന്നില്ല എനിക്ക്. പിന്നെ വേറൊരു സ്ഥലത്ത് കാണുമ്പോൾ ഇനിയിപ്പോൾ അതായിരിക്കുമോ നല്ലത്, അങ്ങനെ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പം എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെയുള്ളത് ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു.
ചേട്ടായിക്ക് വെച്ചാൽ ഓരോ ഫ്ലോറിലും ഓരോരുത്തർക്കുള്ളതായിരുന്നു കേട്ടോ. ഒരു ഫ്ലോറിൽ മക്കൾക്കുള്ളതാണെങ്കിൽ അടുത്ത ഫ്ലോറിലേക്ക് നമ്മൾ പോകണം. സ്റ്റെപ്പ് കയറി അവിടെ എത്തി അടുത്ത ഫ്ലോറിൽ പിന്നെ ജെൻസിനുള്ളതായിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ലേഡീസിനുള്ളത്, അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാഞ്ഞ് കളിക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പർച്ചേസ് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പർച്ചേസ് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ഉത്സവമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉത്സവമാണ് കേട്ടോ, പുൽപ്പള്ളി അമ്പലത്തിൽ ഉത്സവമാണ് വരുന്നത്. ആ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി 1 മുതൽ 7 തീയതി വരെ ഭയങ്കര അടിപൊളി ഉത്സവമാണ് കേട്ടോ. അപ്പം ഈ പ്രാവശ്യം ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താലം എടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ എനിക്കും മക്കൾക്കും. അപ്പം ചേട്ടായിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കുന്നു, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിലൊക്കെ ആവും കേട്ടോ സെറ്റ് സാരി എടുക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ അന്നേരമാണ്. ഇതിപ്പോൾ നമ്മുടെ അവാർഡ് ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലും അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ആവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷന് പോകാനോ, നമ്മൾ ഇത്രയും ആൾക്കാർ വലിയ വലിയ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് പങ്കെടുക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു സ്നേഹവും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്. നമ്മുടെ 28-ാം തീയതിയാണ്, ഞായറാഴ്ച 28-ാം തീയതിയാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു കുന്നിനൊരു കുഴി ഉണ്ടാവുന്നല്ലേ, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ താന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നമ്മളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തവണ ദൈവം നമ്മളെ എന്തായാലും ഉയർത്തു കേട്ടോ. അത് ഉറപ്പാണ്. നമ്മളെ ചെയ്തവരെ നമ്മൾ തിരിച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി. നമ്മൾ മൗനം കൊണ്ട് മാത്രം തിരികെ എന്താ പറയുക, നമുക്ക് പ്രതികാരമല്ല, തിരികെ അവർ ചെയ്യുന്നതിന് പകരം തിരികെ ഒരു മൗനം മാത്രം മതി. ദൈവം ഇത് കാണുന്നുണ്ടാവും. നമ്മളായിട്ട് ഓരോന്ന് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക, ദൈവത്തിനുള്ള പണികൾ കുറഞ്ഞു പോവില്ലേ, അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളായിട്ട് ഒന്നിനും നിൽക്കാതിരുന്നാൽ തന്നെ ദൈവമായിട്ട് നമുക്ക് നല്ലത് തന്നെ കൊണ്ടുതരുള്ളൂ എന്നുള്ള എനിക്ക് ഏറ്റവും വലിയൊരു തെളിവാണ് കേട്ടോ എൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ. ഞാൻ എവിടെയോ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ കടന്ന ഒരാൾ ഒരു അവാർഡ് ഫംഗ്ഷന് പങ്കെടുക്കുക, ഇത്രയും പേരെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലും കൂടെ അതിൽ ഉൾപ്പെടാൻ പറ്റും, ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഇതൊക്കെ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവർ ആണ്. ഈ 4 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരുമാണ് കേട്ടോ. ഞങ്ങളാണേലും ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ ഞങ്ങളൊരു സന്തോഷം കണ്ടെത്തുന്നതാണ് ഈ ചാനലും ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നാ പ്രശ്നം വന്നാലും ഞങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറേ ഇല്ല കേട്ടോ. ഞങ്ങളെ ഇനി ആർക്കെങ്കിലും താത്തി കെട്ടിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ കളഞ്ഞു എന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ റിപ്പോർട്ട് അടിച്ചതിനോ സന്തോഷിക്കുന്നവർ ഒരുപാട് സന്തോഷിച്ചോളുക. എനിക്കതിലൊരു പരാതിയില്ലാത്ത ഒരാളാണ് കേട്ടോ. കാരണം ഇതൊന്നും അല്ല, ഇതിനും വലുത് അനുഭവിച്ചിട്ട് വന്ന ഒരാൾക്ക് ഇതൊക്കെ വെറും സില്ലിയാണ്. അപ്പം നമ്മളതൊന്നും കണക്ക് കൂട്ടുന്നില്ല. നമ്മുടെ സന്തോഷങ്ങൾ എന്താണോ അത് നമ്മളായിട്ട് കണ്ടെത്തുക, നമ്മളായിട്ട് അത് അനുഭവിക്കുക, അതിലേക്ക് മറ്റൊരാളെ വലിച്ചഴിക്കാതിരിക്കുക, എല്ലാവരെയും ഒരു പരിധിയിൽ കൂടുതൽ ആരെയും അടുപ്പിക്കാതിരിക്കുക. അത് ഞാൻ ശരിക്കും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പഠിച്ചൊരു കാര്യമാണ്. ഒരാളെയും സഹായിക്കാനോ എന്നുവെച്ചാൽ സഹായിച്ചവരൊക്കെ നമ്മളെ തിരിഞ്ഞ് കുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരാളെ സഹായിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ നമ്മൾ എത്രയൊക്കെ അങ്ങനെ പറഞ്ഞാലും വീണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ഞാൻ അറിയാതെ വീണ് പോകും കേട്ടോ. എന്നാലും വേണ്ടില്ല, കുഴപ്പമില്ലാതെ നമ്മളിപ്പോൾ പോകുന്നുണ്ട് സന്തോഷമായിട്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെയൊന്നൊരു സന്തോഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ. അത്രയും വലിയൊരു സന്തോഷം, അത്രയും വലിയൊരു കാര്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒപ്പം എന്നെ സ്നേഹിക്കുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്താൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതിന് 100% ഉറപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചേട്ടായിക്ക് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. ചേട്ടായിക്ക് പാൻറ്റും ഷർട്ടും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ബ്ലൂവിൻ്റെ കാര്യം ഇങ്ങനെ പറയാം, ആ ബ്ലൂവിലുള്ളത് എനിക്കായിരുന്നു കേട്ടോ. എനിക്കങ്ങനത്തെ ഒരു പാൻറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് ചേട്ടായി അത് ആദ്യം എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് തന്നെ എടുത്തു.
പിന്നെ ഒരു എന്താ പറയുക, ഒരു ഇളം റോസ് പോലത്തെ ഒരു ഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിക്കുള്ള എല്ലാ ഡ്രസ്സും അവിടെ നിന്ന് നല്ലോണം നമുക്ക് കംഫർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന എലേസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ്. ഭയങ്കര ഫേമസ് ആയ ഒരു ഷോപ്പാണ് കേട്ടോ അത്. ആ ഷോപ്പിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എന്ന് ഫേസ്ബുക്ക് വഴി അറിഞ്ഞിട്ടൊന്ന് പോയി നോക്കിയതാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതാ ഇതെല്ലാം നമ്മുടെ എസ് ഭാരതിൻ്റെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ക്രിസ്മസിനെയും അതുപോലെ നമ്മുടെ ന്യൂ ഇയറിനെയും വരവേൽക്കാനായിട്ടുള്ള അടിപൊളി ഐറ്റംസ് അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എലൈസിലെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അടിപൊളി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഒരു 100-200 രൂപ ലെവൽ തൊട്ട് മുകളിലേക്ക് എല്ലാ റേറ്റിലുമുള്ള അടിപൊളി നമുക്ക് കംഫർട്ടായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ എലൈസ സുൽത്താൻ ബത്തേരി നടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എലൈസ കളക്ഷൻസ് നടിച്ച് നോക്കിക്കാൻ മതി കേട്ടോ. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് എൻഗേജ്മെൻറ്റിനാണേലും അതുപോലെ കല്യാണത്തിനാണേലും അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനുള്ള ആൾക്കാരും വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല കളക്ഷൻസ് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കും കംഫർട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ആദ്യം എവിടെ പോയാലും നമ്മുടെ ദേവൂട്ടി ഫസ്റ്റ് പോകുന്നത് ഈ ഒരു ഐറ്റംസിലേക്കായിരിക്കും കേട്ടോ. നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ഷോപ്പിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്തിട്ട് പോരാതെ ആളടങ്ങില്ല കേട്ടോ. അപ്പം അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ഓരോ ഷെയ്ഡും കൊണ്ടുവന്ന് അതൊന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. നെയിൽ പോളിഷ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഒരുപാട് വെറൈറ്റി കമ്മലുകളൊക്കെയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലാത്ത സൈസൊക്കെ നല്ല കമ്മലുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബത്തേരി ഐശ്വര്യമാളിൻ്റെ മുന്നിലായിട്ടാണ് കേട്ടോ. അപ്പം അടിപൊളി കളക്ഷൻസ്, ആർക്കുവേണയിലും ചെന്ന് നല്ല അടിപൊളിയായിട്ട് കളക്ട് ചെയ്ത് പോരാൻ പറ്റുന്ന എലൈസ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് അവിടെ ഉണ്ടാവും കേട്ടോ. അത് ഐശ്വര്യ അമ്മാളുടെ മുൻഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ നിന്ന് ഒരു ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്ക് മേടിക്കാനുണ്ടായിരുന്നില്ല. അപ്പം നേരെ പോയി. പിന്നെ ഉള്ളത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ബത്തേരിയിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുണ്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് നേരിട്ട് ബസ്സിന് പോരുകയാണ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.